അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്ന് ഒരുപാട് ലേറ്റായിട്ടും ഷമ്മാസ് വീട്ടിലേക്ക് വന്നില്ല. ഐഷമ്മ വിളിച്ചു, മോളെ നുസിയേ, മോളെ. എന്നാൽ ഇത് കേട്ട സൗദ, വിളിക്കണ കണ്ടില്ലേ നുസിയ, നീ എന്താ സ്നേഹം, ഓലോടൊക്കെ പ്രത്യേക ഒരു സ്നേഹമാണ്, എന്നോടുള്ള ഐഷമ്മക്ക് സ്നേഹക്കുറവ് എന്താന്നില്ലേ. ഏതായാലും സമീറയും മക്കളും എല്ലാവരും ഇവിടെ അങ്ങ് കൂടിക്കണ്. പോരാത്തിന് വേറൊരുത്തിയും മിസിരി സമീറ ആരൊക്കെയാണ് ഇവിടെ? എന്താ ഈ തറവാട് ഒഴിഞ്ഞതാണെന്നാണ് തോന്നുന്നത്. എടീ നുസിയെ, ഉമ്മ വീണ്ടും വിളിച്ചു. ആ ഉമ്മ എന്തേ? ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തിട്ടേ ഞാൻ ഉറക്കിക്കെടുത്തി. ആ മോളെ, എന്തേ നവശാമോനെ കാണാനില്ലല്ലോ, ഒന്ന് വിളിച്ചോ കണിമാട്ടി. ഉമ്മ, ഞാൻ കുറച്ച് നേരത്തെ എനിക്ക് വിളിച്ചിരുന്നു, ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പം എന്നെ വിളിച്ചിരുന്നു ഉമ്മ. ആ മോളെ, എന്താന്നാവോ? അതുമ്മ കുറച്ച് കഴിഞ്ഞ് വരുന്നു പറഞ്ഞു. ആയിക്കോട്ടെ. പിന്നെ ഇത്ര നേരം വൈകലില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലന്ന് നേരം വൈകും ചെയ്യും. അത് പറഞ്ഞ് തീർന്നില്ല, അപ്പോഴേക്കും അത് ഷമ്മാസിൻ്റെ കാറ് മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. ബെല്ലടി കേട്ടതും വാതിൽ തുറന്ന് സൗദ പായുകയാണ്. ഓ, ശ്യാമം വന്ന് തോന്നുന്നുണ്ട്. എന്നാൽ ആയുഷും അത് കണ്ടു. സൗദ, ഈ എങ്ങോട്ടാ? ഉമ്മ, ശ്യാമവും വന്നിക്കണേ, ഞാൻ വാതിൽ തുറന്നെടുക്കാൻ പോവാണ്. ശ്യാമം വന്നിക്കണമെങ്കിൽ വാതിൽ തുറന്നെടുക്കേണ്ടത് ആരാ? ഉമ്മ, ശ്യാമം ലേറ്റായി വന്നതല്ലേ, പെട്ടെന്ന്. അവിടെ നിൽക്ക് സൗദ, ഈ എവിടേക്കാ വാതിൽ തുറന്നെടുക്കാൻ പോണേ? എന്ത് കാര്യത്തിനാ? അതുമ്മ, അത് പിന്നെ ഉണ്ടല്ലോ, ഷാമോന്. നുസിയെ, ഇവിടെ വന്നാ. ഉമ്മ, വാതിൽ പോയി തുറന്നെടുത്താ. സൗദ റൂമൊക്കെ പോയിക്കാ. എന്താ പൊതു കഥ? എൻ്റെ മാപ്പിള ഇവിടെ? പുറത്ത് പോയതാണ്, വന്നിട്ടില്ലല്ലോ. ഓന്ന് കുറച്ച് നേരം വൈകുമെന്ന് ഓനും പറഞ്ഞിരുന്നു. അല്ല, ഇതിപ്പോൾ ഷമ്മാസാണെന്ന് അറിയല്ലോ, വണ്ടിൻ്റെ ഒച്ച കേട്ടതാണ്. പിന്നെ ഇപ്പോൾ എന്തിനാ എങ്ങനെ പായണ്? സൗദ, എന്നോട് കുറിച്ച് കാര്യം പറയാണ്ട്. അതായത് ഷമ്മാസ് വരുമ്പോൾ ഈ പെരയിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നുസി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാതിൽ തുറന്നെടുക്കാൻ പോകാം. ഇതിപ്പോൾ സ്വന്തം കെട്ടിയ പെണ്ണും ഉമ്മയും ഇവിടെ ഉള്ള സ്ഥിതിക്ക് എൻ്റെ ആൾ പോകേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആൾക്ക് ഇപ്പോൾ അവനാൻ്റെ കാര്യം തന്നെ എൻ്റെ ആൾ നോക്കണില്ല. അതായത് കുട്ടീൻ്റെ കാര്യം നോക്കില്ല, നവാസിൻ്റെ നോക്കണില്ല. പിന്നെ ഇപ്പം ഷമ്മാസിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ആവശ്യമില്ല. ഇനി മാണെന്നുണ്ട് എന്നോട് പറയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴത്തിന് വണ്ടി പായാനും നിൽക്കേണ്ട ആവശ്യമില്ല, ഓളുള്ള സ്ഥിതിക്ക്. മനസ്സിലായല്ലോ? എന്നാൽ അത് കേട്ടപ്പോൾ അവൾക്ക് ഒരു ആകപ്പാട് ചമ്മിയെപ്പോലെ. ഉമ്മ എന്തീ പറയണത്? വീട്ടിലൊരാൾ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അത് മാപ്പിളയാണോ അല്ലെങ്കിൽ അളച്ചനാണോ അല്ലെങ്കിൽ മറ്റൊരാണോ നോക്കിയിട്ടാണോ വാതിൽ തുറക്കാൻ പോലെ? ശരിക്കും ഉമ്മയോട് അവൾ അല്പം കയർത്തു. പൊന്നാരൻ്റെ സൗദ, തൊള്ളിക്ക് കിട്ടണില്ല പേര്. നിങ്ങൾക്ക് നുസിയെന്ന് തന്നെ കിട്ടുള്ളൂ. നുസി, സമീറ, മിസ്രിയ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ പേരങ്ങ് കിട്ടാൻ പ്രയാസം. എൻ്റെ പൊന്നാര പടപ്പേ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഏതായാലും. എന്നാൽ അത് കേട്ടുകൊണ്ട് ഷമ്മാസ്, ഉമ്മ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ ചർച്ച? ഒന്നുമില്ല. ഉമ്മ. നേരെ അതാ ഷമ്മാസ് ഉമ്മയുടെ ബെഡ്റൂമിലേക്കാണ് ചെന്നത്. എന്താ മോനെ? ഉമ്മ, എനിക്കൊരു കാര്യം പറയാണ്ട്. എന്തിയടാ? പിന്നെ നാളെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്ത് കാര്യത്തിന്? എവിടുക്കാ? മറ്റേ നവാസ് പോയ മാതിരി പോവറ്റാണോ ഇജ്? പോക്കൊന്നും പോകല്ല എൻ്റെ പൊന്നാര പടപ്പേ. ഓനൊരു പോക്കാണ്ട് പോയിട്ട് എന്നാ അങ്ങോട്ട് എത്തിയത്? എന്താ പറഞ്ഞത്? മുംബൈയിൽ ബിസിനസ് പോയതെന്നോ? റബ്ബേ, ഇനി ഏതായാലും പോകാൻ ഞാൻ മതിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഷമ്മാസ് ഞെട്ടി. റബ്ബേ, നാളെയാണ് ആ ദിവസം. അതെ, നവാസ്കാക്ക് തിരിച്ചു പോകേണ്ട ദിവസം നാളെയാണ്. നാളെ പോയില്ലെങ്കിൽ അവർ പോലീസുകാർ വരും, കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പോരാത്തതിന് പിഴ അടക്കേണ്ടി വരും. കറക്റ്റ് 4 ദിവസമാണ് കണക്ക്. ആ ദിവസം നാളത്തോടു കൂടി അവസാനിക്കുകയാണ്. ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഉമ്മ, ഇത് ഞാൻ ബിസിനസ്സിനൊന്നല്ല പോകുന്നത്. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. നാളെ തന്നെ തിരിച്ചു വരും. നാളെ രാത്രിയൊക്കെ തന്നെ തിരിച്ചെത്തും. ഓക്കെ ഉമ്മ? പിന്നെ
അത് കഴിഞ്ഞിട്ടും എനിക്കൊരു കാര്യം ആലോചിക്കാനുണ്ട്. എന്താ മോനെ, ഇനി എന്താ എനിക്ക് ആലോചിക്കാൻ? ഉമ്മ, അത് എനിക്ക് ചിലപ്പം ഒന്നിവിടുന്ന് മാറി താമസിക്കേണ്ടി വരും. എൻ്റെ പൊന്നാര ഷമ്മാസേ, ഇജ്ജ് മാണ്ടാത്തൊന്നും പറയില്ല. ഇജ്ജ് പോയി, എനിക്കിവിടെ ആരാ? എനിക്കിവിടെ ആരാ? ഇന്നൊന്ന് ആശുപത്രിക്ക് കൊണ്ടാക്കാനും ഒന്ന് ഷാമോനെ ഒന്ന് വിളിച്ചുമ്പോൾ അങ്ങോട്ട് പോയാനോ ഇങ്ങോട്ട് വരാനോ, എടാ അവിടേട്ടൊന്ന് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനോ. ഇജ്ജ് പോയ എനിക്ക് ആരാ കുട്ടിയെ? ഇജ്ജ് പോയ എനിക്ക് ആരാ? ഉമ്മ അങ്ങനല്ല, ഞാനും ഉമ്മാനെ ഒറ്റക്കിട്ട് പോവില്ല. പകരം ഉമ്മാക്ക് ഒരാളാക്കിയിട്ട് ഞാൻ പോവുള്ളൂ. ആ, ആളാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ കുട്ടി പോണത് ഉമ്മാക്ക് തൃപ്തില്ല കേട്ടാ. ഉമ്മാനെ കൊണ്ട് കഴിയൂല. ഇജ്ജില്ലാതെ എനിക്ക് കഴിയൂലടാ ഉമ്മ. അപ്പം ഞാൻ പെട്ടെന്നെങ്ങാനും പെട്ടെന്ന് ഉമ്മ അതാ ഷാമോൻ്റെ വായ പൊത്തുന്നു. അങ്ങനെ പറയല്ലേ കുട്ടിയെ, എൻ്റെ റബ്ബേ കേൾക്കാൻ വയ്യ. അല്ലുമ്മ, ചില സമയത്ത് എനിക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ എൻ്റെ ഉമ്മാക്ക് അത് പിടിച്ചു നിൽക്കണ്ടേ? എൻ്റെ ഉമ്മാക്ക് ഞാനില്ലെങ്കിലും ജീവിക്കണ്ടേ? അതൊന്നും ശീലാകുന്നത് നല്ലതല്ലേ? പൊന്നാരൻ്റെ ഷമ്മാസജ് മാണ്ടാത്തിന് നിൽക്കല്ലേ? ഇതൊന്നും പറയല്ലേ. ഇനി മറ്റവൻ്റെ മാതിരി ബിസിനസ് അത് ഇതൊന്നും പറഞ്ഞു കണ്ട് വിളിച്ചാനും പറയാനും പറ്റൂല. അങ്ങനെ സ്ഥലത്തേക്ക് നീ പോലെ പൊന്നാര കുട്ടിയെ. ഉമ്മ, ഇല്ല, ഇപ്പോൾ അങ്ങോട്ടല്ല. ഞാൻ ആദ്യം ഒരു സ്ഥലം വരെ ഒന്ന് പോകാണ്ട്. എങ്ങോട്ടാ കുട്ടി ഒന്ന് പറഞ്ഞാ? ഉമ്മ അതാ ഷമ്മാസിൻ്റെ ചെവിയിലായിട്ട് പറയുന്നു. ഞാൻ സ്വകാര്യം പറയുന്നുണ്ട്, ഒന്ന് പോടാ അവിടുന്ന്. തരുമ്മ. ഐഷുമ്മയുടെ ചുറ്റിട്ട ആ കാതുകളിലേക്ക് ഷമ്മാസിൻ്റെ ചുണ്ടുകൾ പതുക്കെ അടുപ്പിച്ചു. ഇത് പൊന്നാറിൻ്റെ ഷാമോൻ, ഇത് എന്താ ഈ കാട്ടിക്കൂട്ടണത്? ഉമ്മ, എനിക്കൊരു സ്വകാര്യം പറയാണ്ട്, ഉമ്മ കേൾക്കുമോ? ഈ കുട്ടീൻ്റെ ഒരു കാര്യം ഉറക്കനാണ് പറഞ്ഞോട്ട്, ഇവിടെ ആര് കേൾക്കാനാ? ഉമ്മ, ഇതെല്ലാവരും കേൾക്കാൻ പറ്റൂല എൻ്റെ പൊന്നുമ്മ. നേരെ അതാ ഷമ്മാസ് ഉമ്മയുടെ ചുറ്റിട്ട് ആ ചെവി പതുക്കെ വന്ന് പിടിച്ചു. എത്ര പൊന്നാ ഉമ്മങ്ങളെ കാതിൽ തൂങ്ങിക്കിടക്കണത്. ഇത് എത്ര പവണ്ടാവും എൻ്റെ പൊന്നാര കുട്ടിയെ? അത് പവനൊക്കെ എമ്പാടുണ്ട്. ഇതല്ലേന് എനിക്ക് ആദ്യത്തെ ചിറ്റ്. ആദ്യം മറ്റേ ഒരു ഇതുപോലത്തെ ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു കോമ്പലായി പാറ്റക്കമ്മൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ സൈസ് ചിറ്റേന്. പിന്നെ അത് മറ്റേ വട്ടത്തിലുള്ള ഈ റിങ് മാതിരി ഇതായി. ഇപ്പം പിന്നെ ഇങ്ങനെ ഇതാണ്. ഉമ്മ, എന്തിനാണ് നിങ്ങൾ ഈ കാത് ഇത്ര മാത്രം തൂക്കും ഇതൊക്കെ ഇട്ട് നടക്കണത്? ഉമ്മ, കാതാരെങ്കിലും ചെവി ആരെങ്കിലും അരിഞ്ഞു കൊണ്ടുപോകല്ലോ പൊന്നാര ഷമ്മാസേ. അരിഞ്ഞു കൊണ്ടുപോകൊന്നും വേണ്ട. ഓലിക്ക് മാണെന്ന് വെച്ചാൽ ഞാനണ്ട് ഊരിക്കൊടുക്കും. ഉമ്മ, നിങ്ങളങ്ങനെ ഊരിക്കൊടുക്കല്ലിട്ടോ. അതിനെന്താണ്, അതിങ്ങനെ ഇതാക്കിയാലേ ഈ കമ്മലുണ്ട് കിട്ടും. അതിങ്ങ് റിങ് മാറി നിൽക്കല്ലേ, എപ്പം വേണമെങ്കിലും ഊരാ. അത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ബാപ്പ മരിച്ചപ്പോൾ ഈ ഒരു റിങ്ങൊക്കെ ഞാൻ അല്ലെങ്കിൽ കാതത്തെ ചിറ്റൊക്കെ ഞാൻ ഊരിപ്പിച്ചിനല്ലോ. അന്നത് വെട്ടിക്കേന് എൻ്റെ ബാപ്പ മരിച്ചപ്പോൾ. പിന്നെ ഇപ്പം എന്താ നമ്മളെ ലോകം കഴിഞ്ഞില്ലേ? കൗത്തിലും കൈമലും കാതിലും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഊരി മാറ്റി വെച്ചു. ഞാൻ പിന്നെ കുറേ പറഞ്ഞു, ഇനിയിപ്പോൾ അത് മാണ്ട എനിക്ക്. ഷാമോനെ, എനിക്ക് ഓർമ്മയില്ലേ? ജന്നല്ലേ പിന്നെ എനിക്ക് ഉമ്മ നിങ്ങളെ ചിറ്റിടാത്ത കാത് എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞേക്കാണ്ട് എൻ്റെ അടുത്ത് വന്ന് ജന്നല്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ? ശരിയാണ് ഉമ്മ, ശരിയാണ്. പക്ഷേ ഈ ഒരു കാര്യം ഉമ്മ കേൾക്കണം. എന്താ എൻ്റെ പൊന്നാര കുട്ടിയെ? എന്നാ പറഞ്ഞോ. എന്നാ ഉമ്മ, ഐഷുമ്മയുടെ ചെവിയിലായിട്ട് ഷമ്മാസ് പറഞ്ഞു. നാളെ ഞങ്ങൾ മിസ്രിയുടെ വിവാഹാലോചനയ്ക്ക് വേണ്ടി പോവുകയാണ്. മോനെ, ആണോ? മാഷാ അല്ലാ. ഉമ്മ, സന്തോഷിക്കാനായിട്ടില്ല. പിന്നെ മൂപ്പർക്ക് വാഫി ഉസ്താദിനൊക്കെ ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഓളെ വിവാഹം അന്വേഷിച്ച ഒരാളുണ്ട്, അതൊരു പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞു. മൂപ്പര് അവളെ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണത്രേ. എന്താ ഡീറ്റെയിൽസ്, എന്ത് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അന്വേഷിക്കാമല്ലോ. പൊന്നാര കുട്ടി, ആ കുഞ്ഞുവിനും വേണ്ടി പറഞ്ഞതല്ലേ ഓളെ. എന്തിയപ്പോൾ അങ്ങനായി? അല്ല, ഓളെ മനസ്സിക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ, ഇഷ്ടങ്ങൾ എന്തെങ്കിലും? ചിലയിടത്ത് ഈ പഠിപ്പിച്ച കുട്ടികളെ തന്നെ മാഷ്മാർ കെട്ടുന്ന പരിപാടിയുണ്ട്. ഉസ്താദന്മാരായാലും മാഷ്മാരായാലും കുട്ടികളെ പഠിപ്പിച്ച് പിന്നെ ഓലെ തന്നെ കെട്ടും. അങ്ങനെയുണ്ട് ചിലവര്. അതാ ഞാൻ പറയണത്, അങ്ങനെ ഉണ്ടോയെന്ന്. എൻ്റെ പൊന്നാരുമ്മ, അതൊന്നും എനിക്കറിയില്ല. സംഭവം കുറച്ച് എടാ അജ് പറയടാ ഒന്ന്. അത് മാണ്ട, ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുണ്ടെന്ന് പറയാം. നല്ലൊരു കുട്ടിയാണ് കുഞ്ഞുവിനെ പറ്റി എനിക്ക് അറിയണമല്ലേ. ഉമ്മാൻ്റെ കുട്ടി ദയവായി അതൊന്ന് ഉമ്മ. അത് ആ അന്വേഷണത്തിനാണ് പോകുന്നത്. ഈ വീട്ടിലാരും തൽക്കാലം അറിയണ്ട കേട്ടോ, ഞാനും എൻ്റെ ഉമ്മയും മാത്രം. പിന്നെ പോകുന്നത് ഞാനുണ്ട്, അതുപോലെ തന്നെ ഉസ്താദുണ്ട്, കുഞ്ഞുണ്ട്. ഞങ്ങൾ 3 മാത്രമാണ് പോകുന്നത്. ആരും അറിയണ്ട കേട്ടോ. ആയിക്കോട്ടെ മോനെ, അമ്മ പറയില്ലേ. ഏതായാലും ഹയറായത് നല്ലഞ്ചേൽക്ക് ആയി കിട്ടിയാൽ മതിയായിരുന്നു. അതുള്ളൂ ഇപ്പം എൻ്റെ മനസ്സിലത്തെ പ്രാർത്ഥന.
പൊന്നാര കുട്ടി എന്നോട് പറയാൻ എനിക്കിപ്പോൾ നമ്മളെ ഫൈസലിനേലേറെ കല്യാണത്തിന് അർജൻറ്റ് ബെൽതാണ്. ബെൽറ്റ് നമുക്ക് കഴിഞ്ഞിട്ടിയാലേ റാഹത്തായിരുന്നു. പിന്നെ ആ പെൺകുട്ടി കാണാൻ കുറച്ച് മൊഞ്ചും ചേലൊക്കെ ഉള്ളത് ഇനിയായൊരു പെൺകുട്ടിയാണ്. പെരീക്ക് കിട്ടിയാൽ നല്ലതാണ്. ഒരിക്കലും പണിൻ്റെ കാര്യത്തിലല്ല കേട്ടോ ഞാൻ പറയണതല്ലേ, നല്ലോണം അടക്കും ഒതുക്കും അച്ചടക്കും. എത്ര നേരത്തെ നീച്ചു ആ കുട്ടി. നമ്മളെ നുസിനെയൊക്കെ പോലത്തെ നല്ല ചിട്ടുള്ള പെൺകുട്ടിയാണ്. നേരത്തെ കാലത്ത് നീച്ച് കാണ്ട് നിസ്കാരം ഓത്തും തജ്ജുദും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയ്ക്ക് വേഗം ഇറങ്ങി വരും. നല്ലൊരു വെടുപ്പും വൃത്തിയാണ്. എന്താണെന്ന് വെച്ചാൽ നേരം വെളുത്ത് നീച്ചാൽ പിന്നെ അടങ്ങി നിൽക്കൂല. ഞാൻ പറയാം അങ്ങനെ ഒന്നും എടുക്കല്ല മോളെ എങ്ങനെ കാട്ടണം. പക്ഷേ അതിനൊരു പൂജയാണ്. മിറ്റടിച്ചോരനൊക്കെ എന്തോ ഒരു വൃത്തിയാണോ. നല്ലോണം അടിച്ചോര് തുടക്കലൊക്കെ ഒരു പൊടി ഉണ്ടാവില്ല. പറയും മോപ്പോണ്ടൊന്നും തുടക്കണ്ട. നുസി മോപ്പ് എടുത്ത് കാണാൻ തുടക്കാൻ നിൽക്കുമ്പോൾ പറയും വേണ്ട നുസിത്ത ഞാൻ തുടച്ചോളാം, ഞാൻ ശീലോണ്ട് തുടച്ചോളാം, എനിക്ക് അതാണ് ഇഷ്ടം, അതാ നല്ല വൃത്തിയായാൽ. അങ്ങനെ ആ കുട്ടി പണിയെടുക്കുകയെ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു റബ്ബേ പാവ ആ കുട്ടീൻ്റെ ഒരു പെരീക്ക് കിട്ടിയ നല്ല കാര്യമാണ്. അതായത് ദീനീച്ചിട്ടും കാര്യങ്ങളും അത് ഒരാളുടെ മുഖത്തേക്ക് അങ്ങനെ മുന്നിലേക്ക് ഇറങ്ങിയ നോക്കുക ചെയ്യൂല. നല്ല മട്ടത്തിലുള്ള കുട്ടിയാണ്. കിട്ടുകയാണ് നമ്മളെ കുഞ്ഞൂനെ തന്നെ കിട്ടട്ടെ. അതാണ് കയ്യിൽ നിന്ന് പോയാൽ പോയി. പിന്നെ ഏത് പ്രിൻസിപ്പളിൻ്റെ കാര്യമാണ് പൊന്നാരജി പറയണത്. പിന്നെ കുഞ്ഞൂനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാവങ്ങളാണ്. ഓൻ്റെ ഏട്ടനും ഓൾക്ക് നല്ല പൈസയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു പാവമാണ്. കുഞ്ഞൂൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതല്ലേ ഓല് വലിയ പണവും പ്രതാപമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇനി പറഞ്ഞിട്ട് എന്താന്നാവോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കുഞ്ഞു നല്ല കുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഓനക്ക് തന്നെ അത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നുസൈബ അതാ ഷമ്മാസിനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുമ്പോൾ സൗദ അങ്ങോട്ട് വന്നു. ഇത്താ തിരി ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട സൗദ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ഉമ്മ നേരത്തെ ചീത്ത പറഞ്ഞ് കേട്ടില്ലേ, നീ വാതിൽ തുറക്കാൻ പോയിട്ട്. അതിനെന്താ ഇത്താ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്താ. എന്നാൽ അപ്പോഴേക്കും അതാ ഷമ്മാസിനുള്ള ഭക്ഷണമെല്ലാം അവൾ തന്നെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ നുസൈബ് വിചാരിച്ചു ഇവൾ എത്ര ചീത്ത കിട്ടിയിട്ടും പഠിക്കണില്ലല്ലോ പഠിച്ചോനെ, എന്താ ഇവളിങ്ങനെന്നാവോ. സാരല്ല, എന്താ ഇപ്പം ചെയ്യുക, ഓരോ ബുദ്ധിമോശം കൊണ്ടായിരിക്കും. ഞാൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അവൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതാ നുസൈബ ഷമ്മാസിനെ വിളിച്ചു. ഇക്ക വരി. എന്നാൽ സൗദ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഐഷും ഒരു നിമിഷം അത് കണ്ടു. അല്ലെങ്കിൽ ഓള് ഭയങ്കര ക്ഷീണവും കെടുത്തുവാണ്. അപ്പോൾ ക്ഷാമവും വന്നപ്പോൾ ഓൾക്കൊരു ഉണർച്ച കൊണ്ട് ഉണ്ടായിക്കാണ്. എന്താ അറിയില്ല, മറ്റേ ക്ഷീണമാണ്, കുഴക്കാണ്, നീച്ചാൻ വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കെടുക്കാൻ വയ്യ പറഞ്ഞ പോലെ കുട്ടീനെ പിടിച്ചാൻ വയ്യ, കുളിപ്പിച്ചാൻ വയ്യ. അതൊക്കെ ഇപ്പോൾ ആ മിസ്സിരിയാണ് ചെയ്യണത്. ആ കുട്ടീനെ നോക്കണവും പിടിച്ചണവും ഇതാക്കണതൊക്കെ. പിന്നെ റുക്കിയ പിന്നെ ആ സെമീറാനെയും കുട്ടികളെ നോക്കണ പണി തന്നെ ഓൾക്ക് എമ്പാടുണ്ട്. പിന്നെ ഓലെ കുളിപ്പിച്ചലും ഓൾക്ക് തിന്നാൻ കൊടുക്കുക അതൊക്കെ ഇപ്പോൾ റുക്കിയാനെ ഏൽപ്പിച്ചിരിക്കണ്. അതിന് വേണ്ടിയതൊക്കെ റുക്കിയ തന്നെ ഉണ്ടാക്കുകയും ചെയ്യും. ഓൾക്ക് പിന്നെ നല്ല മട്ടത്തിന് പെറ്റെടുക്കണമല്ലോ, നോക്കണോൽക്കുള്ള മരുന്നും ലേഹവും ഒക്കെ വിരകാനും ഉണ്ടാക്കാനൊക്കെ വയ്ക്കുമല്ലോ. ഏതായാലും ഈത്തപ്പയും വിരകണം വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിനിപ്പോൾ കുറേ ഒരു ഉള്ളി തൊലിച്ചുണ്ടാക്കണം. എല്ലാവരും കൂടിയാണ് കൂടിയേ കഴിയും. അതിനിപ്പോൾ എങ്ങനെയൊക്കെയാണെന്നാവും. നല്ലോണം ചീരുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ബദാമും എല്ലാം കൂടി ഇട്ടുകാണ്ട് ഈത്തപ്പയൊക്കെ ഇട്ടുകാണ്ട് നല്ല മട്ടത്തിൽ ഒന്നിങ്ങോട്ട് വിരകണം. അതിനും ഇനിയിപ്പോൾ ഒന്നിരിക്കാണ്ട്. പാവം മിസ്സിരി അവളുണ്ടെങ്കിൽ ഓരോ പണി എപ്പോഴും ഐഷമ്മയുടെ കൂടെ സഹായിച്ചു കൊണ്ടേയിരിക്കും. ഐഷമ്മയുടെയും നുസൈബയുടെയും ഒക്കെ കൂടെ. ശരിക്കും അവർക്ക് മിസ്സിരി ഉള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ അതാ ഷമ്മാസ് ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ഷമ്മാസ് വന്നാൽ പിന്നെ സൗദ കിടക്കൂല. പിന്നെ നല്ല ആക്റ്റീവാണ്. കുട്ടികളെ എടുത്തുകൊണ്ടും അതിൽ നടന്നുകൊണ്ടും ഇതിൽ ഓടിക്കൊണ്ടും അങ്ങനെയൊക്കെ. ഐഷമ്മ വിചാരിക്കും ചെയ്തു പൊന്നാര പടപ്പ് ഇത് വല്ലാത്തൊരു പുതുമ തന്നെയാണ്. അതുവരേനും ഓള റൂമിലവിടെ കെടുക്കും. ഇവൻ്റെ നെതിലുണ്ട് കണ്ടാലും ഇവൻ്റെ ഒച്ച കേട്ടാലും ഓള് നീച്ചു. എന്തായാലും അസുഖത്തിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. എന്തായാലും തിരക്കടില്ല. അങ്ങനെ അതാ ഷമ്മാസ് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ നിന്നപ്പോഴേക്കും സൗദ പറഞ്ഞു, കുറച്ചും കൂടി കഴിച്ചോളി. എന്നാൽ ഷമ്മാസ് മൗനം പാലിച്ചു. എൻ്റെ പൊന്നാര പെണ്ണ ഓൻ്റെ മുമ്പിലുണ്ടല്ലോ ഭക്ഷണം, അപ്പോൾ ഇജ്ജ് പറഞ്ഞിട്ടുമാണോ. ഉമ്മ എന്നാലും ചിലപ്പോൾ അവൾ എന്താണെന്നറിയില്ല, ഒരു ഭാര്യയുടെ റോളിൽ അഭിനയിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ ഒരുങ്ങുന്നത്. പലപ്പോഴും നുസൈബ കൊണ്ടുവരാൻ വെക്കുന്ന ഭക്ഷണങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവൾ ഷമ്മാസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ഇത്. ശരിക്കും നുസൈബക്ക് തന്നെ ചിലപ്പോൾ വല്ലാത്തൊരു ടെൻഷനാകാൻ തോന്നാറുണ്ട്. നുസി ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ എന്ന് ഷമ്മാസ് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും അതാ സൗദ എടുത്ത് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അതൊക്കെയാണ് അവസ്ഥ. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ആയാൽ എന്തായി തീരും എന്ന് നുസൈബയും വിചാരിക്കുന്നു. അന്ന് രാത്രി അതാ
ഷമ്മാസ് അവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്നു, ഫോണിൽ എന്തോ അർജൻറ്റ് നോക്കിയിട്ട്. എന്നാൽ തൊട്ടടുത്ത് തന്നെ സൗദ വന്നിരുന്നു. ഒരു നിമിഷം നുസൈബ് അത് കണ്ടു. അവളുടെ മുഖം വല്ലാതെയായി. എന്നാൽ അപ്പോൾ തന്നെ ഷമ്മാസ് അവിടെ നിന്ന് എഴുന്നേറ്റ്, ഷാമോൻക എന്താ എഴുന്നേൽക്കുന്നത്? ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങൾക്ക് പറ്റിയില്ലേ? അല്ലെങ്കിലും എന്നെ ഇവിടെ ആർക്കും കണ്ടൂടാ. ഞാൻ ഇങ്ങനൊരു ജന്മമായിപ്പോയി. എന്നാൽ ഷമ്മാസ് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, നവാസ്ക അപ്പോൾ വരും. നവാസ്ഖാൻ്റെ കൂടെ ഇരുന്നൊന്നും കൊടുക്കാറില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? ഷമ്മാസ് അല്പം മാന്യതയോട് കൂടിയാണ് പറഞ്ഞത്. നവാസ്കാക്ക് അതൊന്നും ഇഷ്ടമല്ല. നവാസ്കാക്ക് വേറെ ഭാര്യയൊക്കെ ഇല്ല, നമ്മളോട് തീരെ സ്നേഹവും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും സോപ്പിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഷമ്മാസ് വേഗം തന്നെ ബെഡ്റൂമിലേക്ക് കയറി വാതിലടച്ചു. എന്നാൽ അവൾ ആ സോഫയിൽ തന്നെ ഇരുന്നു. ഷമ്മാസ് ഒരു നിമിഷം പുറത്തേക്ക് വരുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അന്ന് നുസൈബയും അതാ ബെഡ്റൂമിൽ കയറി. നുസി, നാളൊരു യാത്ര പോകണ്ടിട്ട് എനിക്ക്, തൽക്കാലം ആരും അറിയണ്ട. എന്തേക്ക? അല്ലേ, മിസ്സിരിൻ്റെ കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട്. ആയിക്കോട്ടെ, എപ്പോഴും വരും, വേഗം വരണം കേട്ടോ. എനിക്ക് പേടിയാണ് ലേറ്റ് ആയില്ല കേട്ടോ. ഇല്ല, പരമാവധി വരാൻ വേണ്ടി നോക്കാം. പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം. പിന്നെ തഹജ്ജുദ് നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിച്ച് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അന്ന് നവാസ് അല്പം ലേറ്റായാണ് വീട്ടിലേക്ക് എത്തിയത്. നവാസ് വന്നു എന്ന് കരുതി സൗദ പോയി വാതിൽ തുറക്കുകയോ ഒന്നും ചെയ്തില്ല. ഉമ്മാ നവാസ് ബെല്ലടിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ നവാസിൻ്റെ ശബ്ദം കേട്ട് സൗദ സോഫയിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഐഷുമ്മ, സൗദ, ഫസീല മുകളിലത്തെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അവൾക്ക് ചെറുതായിട്ടൊരു ക്ഷീണം ഒക്കെ ഉണ്ടായിട്ട് അവളോട് ഉമ്മ പറഞ്ഞു, മോൾ പോയി കിടന്നോ എന്ന് പറഞ്ഞു. സൗദ ഒന്ന് പോയി വാതിൽ നോക്കി നോക്കാം. നവാസേ കാരത്, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നും ചെയ്തേക്കണേ. എന്താന്നില്ലേ, ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയോ കണ്ണുകൾക്കൊക്കെ വാതിൽ തുറക്കാൻ? എന്നാൽ അവൾ അനങ്ങിയില്ല അവിടെ നിന്ന്. എന്നാൽ ഈ സമയം ഉമ്മ, പഠിച്ചവൻ ഒന്നും കിടന്നു ചെയ്തു. എന്നാൽ അപ്പോഴേക്കും മിസ്സിരി, ഉമ്മ ആരോ വാതിൽ മുട്ടുന്നു. മോളെ ഞാൻ പോയിക്കോളാം. എൻ്റെ കാലുകൊണ്ടും കെട്ട് ചിലപ്പം കാലും കണ്ട് കട്ടുമ്പക്കണ്ട് കയറ്റി വെച്ച് ഇറങ്ങാനും നിലത്തും കണ്ട് ചവിട്ടാനും കഴിയൂല. അപ്പോൾ ഒരു നീരോണ്ടേക്കും. എന്നാലും കുറേ മാറ്റമുണ്ട് കേട്ടോ ഇതിലൊക്കെ ഉണ്ട് കിടന്നതിൻ്റെ ശേഷമേ. വെള്ളം അങ്ങനെ കുടിച്ചുമ്പോഴേ മൂത്രം നല്ല അങ്ങനെ പോകും. അതിപ്പോൾ നാൾ ഷാമവും കൊടുന്നെന്നാ ഒരു മറ്റേ ആ സംഭവം ഉണ്ടല്ലോ, ബെഡൊക്കെ, അതിൻ്റെ കൂട്ടത്തിലൊരു കുപ്പിയുണ്ട്. ആ ഒരു കുപ്പിമ്മൊരു കാന്തം പോലത്തെ ഒരു ഇതുണ്ട്, ചിറ്റികാണ്ടേ. അതിങ്ങനെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം അങ്ങനെ കുടിച്ചാൽ ഒരു മരുന്നും വേണ്ട, നല്ലോണം മേത്തത്തെ നീരൊക്കെ മൂത്രത്തോടും അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേയൊക്കെ ഒരു ആശ്വാസമുണ്ട്. ഇപ്പോൾ ഗുളികയും മരുന്നൊക്കെ പറ്റുകൊണ്ട് ഒഴിവാക്കിയിരിക്കണം. അതന്നെ മതി മങ്ങൾക്ക് ഓൻ പറഞ്ഞപ്പോൾ പിന്നെ ഓനൊരു കൂട്ടുകാരൻ പരിചയപ്പെടുത്തിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുടിച്ചും. അതുകൊണ്ട് തന്നെ നല്ല ചായക്ക് പകരം അത് കുടിച്ചാൽ പറഞ്ഞിരിക്കണം. ചായ ഒന്നും വല്ലാതെ കുടിച്ചണ്ട, മധുരമൊന്നും വേണ്ട. ആ വെള്ളം അങ്ങനെ കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നീരും കാര്യങ്ങളൊക്കെ പോയി നല്ല മനസ്സിനും ശരീരത്തിനും തന്നെ ഒരു ആശ്വാസം ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഒരു ആശ്വാസമുണ്ട്. അങ്ങനെ അതാ ഐഷുമ്മ എഴുന്നേറ്റ് പോകുന്നു. എൻ്റെ കുട്ടി കുറേ നേരം അവിടെ വാതിൽക്കൽ മുട്ടണ്. മോനെ. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ എത്ര സമയമായി മുട്ടുന്നു? ഞാൻ പിന്നെ ബെല്ലടിച്ച്, ഈ സമയം ബെല്ലടിച്ചാൽ എല്ലാവരും ഉണരുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ പൊന്നാര കുട്ടിയെ ഞാൻ വേണ്ട ഇനിയിപ്പോൾ പറയണ്ട. എൻ്റെ കുട്ടി ഒന്നും തിന്നിട്ടില്ലല്ലോ, അങ്ങോട്ട് പോന്നാണേ. വരി ഉമ്മ, എന്തുള്ളത്? ചോറോ ചപ്പാത്തി എന്താണ്? വിശക്കണുണ്ട്. എടി സൗദ. എന്നാൽ സൗദ അപ്പോഴേക്കും എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയിരിക്കുന്നു. ഉമ്മ ഡൈനിങ് ഹാളിലേക്ക് നോക്കിയപ്പോൾ സോഫമേലോളം ഇരുന്നതിനോളെ കാണാനില്ലല്ലോ. എന്നാൽ അപ്പോഴേക്കും പാവം ഫസീലാക്കുന്ന നല്ലോണം ഛർദ്ദിയും തോണ്ട്. അവൾക്ക് വല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് പോയി കെടുക്കാൻ പറഞ്ഞേക്കേനു. ഇനിയിപ്പോൾ ഓളെ വിളിച്ചണ്ട. അപ്പോഴേക്കും മിസ്സിരി പറഞ്ഞു, ഉമ്മ അത് ഇക്കാക്കുള്ളതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം, ഉമ്മ ഇവിടെ ഇരുന്നാൽ മതി. എന്നാൽ അവൾ അപ്പോഴേക്കും ഫുഡും കാര്യങ്ങളും എല്ലാം അതാ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. മാറി നിന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇക്കാക്കുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ മോനെ. നവാസ് അപ്പോഴേക്കും മുകളിലത്തെ റൂമിലേക്ക് പോയിരുന്നു. ഫസീല അവിടെ ക്ഷീണിച്ച് കിടക്കായിരുന്നു. ഫസി എന്തു പറ്റി? ഇക്ക നിങ്ങൾ വന്നോ? ഞാൻ കുറച്ചൊക്കെ കാത്തുന്നു, പിന്നെ നേരം വൈകിയപ്പോൾ അറിയാതെ. സാറില്ല. എന്ത് നീ പറ്റ ക്ഷീണിച്ചൊന്നും കഴിച്ചിട്ടില്ലേ? ഇക്ക ഇന്ന് ഭയങ്കര ഛർദിയായിരുന്നു.
ഇതുവരെ അങ്ങനെ ഇന്നിപ്പോൾ എന്താന്നാവോ ഒക്കെ ആകപ്പാടൊരു സാറില്ല വാ എന്തി ഭക്ഷണം കഴിക്കുക താഴേക്ക് വാ ഇക്ക വരി ഞാൻ എടുത്തു വെച്ചോളാം. അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് വരുമ്പോൾ അതാ അവൻ പറയുന്നു വേണ്ട ഞാൻ എടുത്തു വെച്ചോളാം. എന്നാൽ അവൻ ഇറങ്ങി. അപ്പോഴേക്കും ഫസീൽ ഇറങ്ങി. പഠിച്ചോനെ മിസ്സിരിയെ ബുദ്ധിമുട്ടിയ മോളെ, ഞാൻ അറിയാതൊന്ന് കണ്ണും മോളിപ്പോയി മോളെ. ഇല്ല താത്ത അത് സാറില്ല. എന്നാൽ ഒരു നിമിഷം നവാസ് ഫസീലയുടെ റൂമിലേക്ക് പോയി നോക്കി. കാരണം അവളും ഭാര്യയാണ്, അവളെയും പരിഗണിക്കണമല്ലോ. അവളിന് എന്ത് സ്വഭാവക്കാരിയാണെങ്കിലും. നേരെ അതാ നവാസ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. സൗദ, സൗദ നീ ഭക്ഷണം കഴിച്ചോ? ഇക്ക വന്നോ? ഭയങ്കര ക്ഷീണം. നീ ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടോ? മെഡിസിൻ കഴിക്കാറുള്ളതാണ്, കഴിച്ചിട്ടുണ്ടോ? എൻ്റെ പൊന്നിക്ക ഞാൻ കഴിച്ചു. ഞാൻ ഇക്കയുടെ കൂടെ ഇരിക്കുന്നില്ല, ഇനിയിപ്പോൾ വയ്യ. എന്ന് നീ കിടക്ക്. നവാസിൻ്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, നാളെയാണ് ഈ വീട് വിട്ടിയാൻ പോകേണ്ടത്. ഒരിക്കൽ പോലും അങ്ങോട്ടൊരു പോയിട്ടില്ല. പിന്നെ ഫസീല ഇവിടെ തന്നെ നിന്നതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഉമ്മയോട് ഞാൻ എന്താ പറയുക എനിക്കറിയുന്നില്ല. നാളത്തെ ആ ഒരു ദിവസം ഹാജരാകേണ്ട ദിവസമാണ്. ഒരു ദിവസം നീട്ടി കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കണം. കാരണം എന്തൊക്കെ തന്നെയായാലും അവിടെ എത്തിച്ചേരൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ജാമ്യത്തിന് ഇറങ്ങിയിട്ട് ആ ദിവസത്തെ കണക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ അവർ മറ്റു വല്ലതും തെറ്റിദ്ധരിച്ച് ശിക്ഷയുടെ കാലാവധി നീട്ടും. അതുകൊണ്ട് തന്നെ അന്ന് ഉമ്മയും അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. മോനെ. ഉമ്മ. ശരിക്കും ഉമ്മയെ കണ്ടപ്പോൾ നവാസിൻ്റെ കണ്ണുകൾ നിറയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു. എന്താടാ എന്തേ എൻ്റെ കുട്ടിക്ക്? ഫസിയെ എങ്ങനെ ഉണ്ടടി? കുറച്ച് ചായൻ്റെ വെള്ളം ഒന്ന് കുടിച്ചു നോക്കിച്ച്, ഒരു ഇളം ചൂടിൽ. ഉമ്മ ഒന്നിപ്പോൾ വേണം. ഒന്നും തിന്നിട്ടില്ലല്ലോ. തിന്നത് അപ്പാടെ അങ്ങോട്ട് കൊട്ടിക്കാണ്. ഇനിയിപ്പോൾ ഒരു 3-4 മാസം കഴിയോളം അങ്ങനെയൊക്കെ തന്നെയാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യം. ആദ്യത്തിനൊക്കെ പോൾ അവിടെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത്ര അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നല്ല അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടങ്ങിയിരിക്കണ്. ഏതായാലും ഒക്കെ കഴിഞ്ഞുകൂടി കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നാരനെ വാസമ്മാൻ്റെ കുട്ടി ഇനിയിപ്പോൾ അടുത്തൊന്നും പോകല്ലട്ടെ. ബിസിനസ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകാണ്ടേ അവളുടെയൊക്കെ ഒന്ന് കഴിയട്ടെ. ഓള് പറ്റ ക്ഷീണിക്കണുണ്ട്. ഒന്നും തിന്നാനുണ്ട്. പള്ളിയിക്കാണ്ട് തട്ടാൻ വയ്ക്കണില്ല. നേരത്തെ ഞാൻ 10 മണിക്ക് കുറച്ച് കഞ്ഞി ഒന്ന് കൊടുത്തു നോക്കി. അതും തന്നെ അതേപോലാണ്ട് ഛർദ്ദിച്ചു. പിന്നെ എന്തേലും ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഞാൻ ഒന്ന് ചെത്തി കൊടുത്തു നോക്കാം. അതും തൊള്ളിക്കാണ്ട് പൂതിയൊക്കെ ഉണ്ട്, പൈച്ചനുണ്ട്. പക്ഷെ തൊള്ളിക്കാണ്ട് വെക്കാൻ പറ്റണില്ല. എന്താ ഇപ്പം ചെയ്യുക? സാറില്ലൊക്കെ ശരിയായിക്കോളും. അത് പിന്നെ പ്രസവത്തിനും ഗർഭത്തിനും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നവാസമ്മാൻ്റെ കുട്ടി ഇനി പോവല്ലോ കേട്ടോ. നാളെ ഇനിയിപ്പോൾ ഒരുത്തൂടിക്ക് ഷമ്മാസിന് പോകാണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടീനു. ഇനിയിപ്പോൾ പോവല്ലോ കേട്ടോ എടുക്കും. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ കേട്ട് നവാസ് എന്ത് ചെയ്യണമെന്നായിപ്പോയി. എന്നാൽ സൗദ ഇതെല്ലാം കേൾക്കുന്നു. എന്താ തള്ളയും മോളും മരുവളും കൂടി വർത്താനം. ഇന്ന തള്ളക്ക് കണ്ടൂടാ. എന്താന്നില്ലേ, എന്താ തേനെ മാനെ വിളിച്ചുകൊണ്ട് ഓൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കലും എന്തൊക്കെയാണ്. എനിക്കൊന്നുമില്ലേനു. ശരിക്കും സൗദ ഓരോന്ന് പ്രാഗി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്താണ് നവാസ് ഖാൻ അത്രയൊക്കെ മൈൻഡ് ചെയ്താൽ മതി, അത്രയൊക്കെ മതി. പക്ഷെ ഓല് തമ്മിൽ അത്ര ഒരുമിച്ച് നിൽക്കാനും സമ്മതിക്കരുത്. നവാസ് ഖാൻ എന്ന് ഇവിടെ ഇരുത്തണം. അതുതന്നെയാണ് സൗദ അന്ന് വിചാരിച്ചത്. എന്നാൽ ഉമ്മ പറഞ്ഞു, ഫസിയെ ഇജാണ്ട് കയറിപ്പോയിക്കോ, ഇനിയിപ്പോൾ ഉള്ളതും ഇജ് ഛർദ്ദിച്ച് പോകണ്ട, പോയിക്കോ അങ്ങോട്ട്, ഞാൻ ഓനാണ്ട് പറഞ്ഞയച്ചോളാം, ഇജാണ്ട് പോയിക്കോ. ശരിക്കും അതാ സൗദ അത് കേൾക്കുന്നു. എന്നാൽ ഫസീൽ പറഞ്ഞു, ഇല്ല ഉമ്മ അപ്പോൾ കുഴപ്പമൊന്നുമില്ല, മോള് പോയി കിടന്നോ, ഞാൻ നോക്കിക്കോളാം, എത്ര നേരമായില്ല ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കണ്ടേ. അല്ല നവാസ് എൻ്റെ കുട്ടി എവിടേനോ? ഉമ്മ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ. എന്ത് കാര്യം? എവിടേക്ക് പോയിൻ്റത്? എനിക്കുമ്മ. എന്നാൽ നവാസ് പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല. അതെ, നജീബ് സാറ് അവനെ വിളിപ്പിച്ചതായിരുന്നു. വീട്ടിലേക്ക് വന്നാൽ ഒരു പക്ഷേ സംശയിക്കുമെന്ന് കരുതിയിട്ട് നവാസിനോട് നജീബ് സാറിന് കുറച്ച് കാര്യങ്ങൾ അധികം ചോദിച്ചറിയാനുണ്ടായിരുന്നു. കാരണം അവരുടെ ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചൊക്കെ. എന്നാൽ സൗദിയുടെ മൊഴി അന്ന് എടുത്തതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നവാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അവളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, പലപ്പോഴും പലതും മാറ്റി പറയും. അന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞതായിരിക്കും. ഇനിയിപ്പോൾ ഒരു പക്ഷേ എന്നെക്കുറിച്ച് അവൾ കുറ്റം പറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനൊരിക്കലും ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് ഇഷ്ടമല്ല. അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ, ആദ്യ ഭാര്യയോട് ഞാൻ കൂട്ടുകൂടുന്നതും അവളോടൊപ്പം കഴിയുന്നതും അവൾക്ക് ഇഷ്ടമല്ല. ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും അവൾ എന്നോട് പറയില്ല. അറിയാം
നവാസ് എല്ലാം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളൊക്കെ ഞാൻ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ തെളിവുകളും കാര്യങ്ങളും ഞാൻ അർപ്പിക്കുന്നുണ്ട്. ഇനി അതിനനുസരിച്ച് നമുക്ക് ഇൻഷാ അള്ളാ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഭാഗ്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എത്രയൊക്കെ തന്നെ തെളിവുകളൊന്നും കൊടുത്താലും ചെറിയൊരു ഇഷ്യൂസിൻ്റെ പേരിലൊക്കെ പലതും മുടങ്ങാറുമുണ്ട്. അങ്ങനെയും ഉണ്ടാകും. എന്തായാലും കുഴപ്പമില്ല. നജീബ് സാറിനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു നവാസ് ലേറ്റായി വീട്ടിലേക്ക് വന്നതാണ്. എന്നാൽ ഈ സമയം സൗദ വാതിൽക്കൽ വന്നു നിന്നു. അതെ, നവാസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കറിയണം. മാളിക മുകളിലേക്ക് ഫസീലയുടെ അടുത്തേക്കാണോ അതോ താഴെ എൻ്റെ റൂമിലേക്കാണോ? സൗദ ആ സമയത്ത് എഴുന്നേറ്റ് വന്നു അവിടെ ഇരുന്നു. എന്നാൽ നവാസ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നവാസ് ഭക്ഷണം കഴിച്ച് സോഫയിലിരുന്നു. അവൻ ഫോണ് വെറുതെ ഒന്ന് നോക്കി. സമാധാനമില്ല. നാളെ ഹാജരാകേണ്ട ദിവസമാണ്. ഷമ്മാസ് ഇനി എന്താന്നാവോ ഷമ്മാസ് പറയണത്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. എന്നാൽ സൗദ അവിടെ തന്നെ ഇരുന്നു. ഒന്നും മിണ്ടും പറയുകയും ചെയ്തിരുന്നില്ല. സൗദ, നീ കിടക്കുന്നില്ലേ? നവാസ് ചോദിച്ചു. ഞാൻ കിടത്തിയിട്ട് എന്നെ കിടത്തിറക്കിയിട്ട് നിങ്ങൾക്ക് എന്തിനാ? അല്ല, കിടക്കുന്നില്ലേ ചോദിച്ചതാണ്. കിടന്നോ, ഞാൻ കിടന്നോളാം. അവൾ തീരെ ഒരു മനസ്സമാധാനമില്ലാതെ ആണ് പറഞ്ഞത്, തീരെ ഒരു ഇഷ്ടമില്ലാതെ. എന്നാൽ നവാസ് നേരെ അത് സൗദിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെയുള്ള ആ ചെയറിലിരുന്നു. അവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ സൗദിയും അങ്ങോട്ട് വന്നു. അല്പം ഐഷുമ്മക്ക് സമാധാനമായി. പഠിച്ചവനെ നല്ലയാൾക്ക് നിന്നിട്ട് എത്ര നന്ന്. ഒന്നാമത് ഓള് മറ്റൊന്നുമല്ല, ഫസീലാൻ്റെ അടുത്തേക്ക് പോകുന്നുള്ള പേടിക്ക് ഇവിടെ വന്ന് നിൽക്കണം, അല്ലാതെ ഓനെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊന്നല്ല. എന്ത് സൗദി, നീ കിടക്കുന്നില്ലേ? എന്തിനാ? എന്നെ കെടുത്തിറക്കിയിട്ട് ഇങ്ങൊക്കെ കയറിപ്പോവാനല്ലേ? നല്ല വിളവന നിങ്ങൾ കേട്ടോ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങളിങ്ങനെ ജീവിക്കുക. ഞാൻ ഒരു പൊട്ടത്തി ഇവിടെ നിൽക്കുക. എന്നാൽ ആ ദിവസം അതെ, ഫസീലയുടെ അടുത്തേക്ക് അല്പമെങ്കിലും പോയിട്ട് ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് നവാസിനുണ്ടായിരുന്നു. പക്ഷേ സൗദ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഐഷുമ്മക്ക് സമാധാനമില്ലായിരുന്നു. ഐഷുമ്മക്ക് ഇഷ്ടം ഫസീലയുടെ അടുത്തേക്ക് അവനെ പറഞ്ഞേക്കണം എന്നായിരുന്നു. പക്ഷേ സൗദ വിടുന്ന ലക്ഷണമൊന്നുമില്ല. അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ നവാസിന് രണ്ടും ഭാര്യമാരാണ്. രണ്ടു പേർക്കും തുല്യമായ നീതി നടപ്പിലാക്കണം, അതവൻ്റെ കടമയാണ്. എന്നാൽ ആദ്യമേ ഫസീല പറഞ്ഞിരുന്നു, ഇക്ക നിങ്ങളിന്ന് സൗദയുടെ റൂമിലേക്ക് പോകണം കേട്ടോ, എന്തൊക്കെ തന്നെയാലും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞത് അവളുടെ അടുത്തേക്ക് പോകാനാണ്. പക്ഷേ അവളുടെ ഒരു കുശുമ്പ് കൊണ്ട് നിങ്ങളിവിടെ എത്തി. എന്തായാലും ഇന്നത്തെ രാത്രി അവൾക്ക് വേണ്ടി സമ്മാനിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ നവാസ് സൗദയുടെ റൂമിലെത്തി. പക്ഷേ സൗദ അവനോട് നല്ല രീതിയിലൊന്നും സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നില്ല. എന്തോ ഒരു രീതിയിൽ എങ്കിലും ഭാര്യയല്ലേ എന്ന് കരുതി അതാ നവാസ് സൗദയെ വിളിക്കുന്നു. സൗദ, നീ എന്താ കിടക്കുന്നില്ലേ? ഈ ഇരുത്തിരുന്നാൽ മതിയോ നമുക്ക്? എന്താ നീ കുഞ്ഞിനെ കൊണ്ടുവരാത്തത്? ഞാൻ കുഞ്ഞിനെ വാങ്ങിയിട്ട് വരാം. നമുക്ക് കുഞ്ഞിനെ കളിപ്പിച്ച് ഇവിടെ അല്പസമയം ഇരിക്കാലോ. ഓഹോ, കുഞ്ഞിനെ കളിപ്പിക്കാനായിരിക്കില്ലേ എൻ്റെ റൂമിലേക്ക് വരുന്നത്? സൗദ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്നോട് എത്രമാത്രം സ്നേഹവും ബഹുമാനമായിരുന്നു നിനക്ക്. ബഹുമാനം വേണ്ട, സ്നേഹം അല്പെങ്കിലും. സൗദ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. പിന്നെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എനിക്ക് നീയും ഫസീലയും ഒരുപോലെയാണ്. അതെ, ഇന്ന് എനിക്ക് നിൻ്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഓ പിന്നെ സാധാരണ ചെറിയ ഭാര്യമാരെടുത്താണ് ഭർത്താക്കന്മാർ കൂടുതൽ സമയം ചെലവഴിക്കുക. ഇതൊന്നും നേരെ പോയത് അവളുടെ റൂമിലേക്കാണല്ലോ. അത് ഒന്നുമില്ല, അവൾ സുഖമില്ലാത്ത അവസ്ഥയിൽ. എന്താണ് സുഖമില്ല? നിങ്ങൾ തന്നെയല്ലേ സുഖം ഇല്ലാതാക്കിയത്? നാണല്ലല്ലോ നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ വന്നത് പറയാൻ. സൗദ, കുഞ്ഞിനെ ഞാൻ കൊണ്ടുവരാം. കുഞ്ഞിനെ കൊണ്ടുവന്ന് നിങ്ങൾ കരിഞ്ഞ പാൽ കൊടുക്കോ? അല്ല പിന്നെ. സൗദ, നിനക്കെന്താ? ഒന്ന് ആലോചിച്ചൂടെ? നീ എന്താ ഇങ്ങനെ? നവാസ് മാക്സിമം താഴ്മയോടെ തന്നെ അവളോട് സംസാരിച്ചു. പക്ഷേ സൗദ അഹങ്കരിക്കുകയായിരുന്നു. അതെ, നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്. എന്നെ ഉറക്കി കെടുത്തിയിട്ട് അങ്ങോട്ട് പോകാനായിരിക്കും. ഒരിക്കലുമല്ല സൗദ. നീ നല്ല രീതിയിൽ ഇവിടെ അടങ്ങി നിൽക്ക്. നീ നിൻ്റെ പഴയ സ്വഭാവം ഒന്ന് എടുക്ക്. അല്ല, നീ ആളാകെ മാറിപ്പോയി. നീ എന്താ ഉദ്ദേശിക്കുന്നത്?
ഒന്നുമില്ല, ഞാൻ ഒരു കാര്യം പറയാം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഞാൻ എല്ലാത്തിനും സമ്മതിക്കും. എന്താ എന്ത് സൗദ? ഫസീല എന്ന ആ ഒരു സ്ത്രീ, നിങ്ങൾ അവരുടെ അടുത്തേക്ക് ഒരിക്കലും പോവരുത്. എനിക്ക് മാത്രം കിട്ടണം നിങ്ങളെ. എന്താ പറ്റുമോ? ഒരു നിമിഷം നവാസ് ഞെട്ടിത്തെറിച്ചു. ഫസീല എൻ്റെ ഭാര്യ കൂടിയാണ്. ഓ അങ്ങനെ. 2 ഭാര്യമാരിടയിൽ നിൽക്കാമെന്ന് എനിക്ക് താല്പര്യമില്ല, രണ്ടാം ഭാര്യയായിട്ടൊന്നും. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഫസീല. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതെ, പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം. വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. മനസ്സിലായല്ലോ? ശരിക്കും അതാ ആ വാക്കുകൾ കേട്ട് നവാസ് ഞെട്ടുകയായിരുന്നു. കാരണം ഞാൻ ജയിലിലായിരുന്നു എന്നും അതൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇവളിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? പഠിച്ചോനെ, എന്താ റബ്ബേ ഞാൻ ചെയ്യാം? അതെ, തള്ളക്കും മോൾക്കും അനങ്ങിയാൽ കേസ് കൊടുക്കുന്നുള്ള വാക്കേ അറിയുള്ളൂ. അല്ലാതെ സ്നേഹത്തോടെ ഒരാളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറയുന്നതിനെക്കുറിച്ചോ ഇവർക്ക് അറിയില്ല. ശരിക്കും നവാസിന് ദേഷ്യമാണ് വന്നത്. സൗദ, എന്തിനു വേണ്ടിയിട്ട്? നീ എന്താ എന്നോട് സഹകരിക്കുന്നില്ല? എന്നോട് തീരെ മൈൻഡില്ല. പിന്നെ ഞാൻ എന്തിന്? സൗദ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേ? അത് നീ പറ. ഒരു നിമിഷം സൗദ പറഞ്ഞു, ഓ പിന്നെ ഒഴിഞ്ഞ കള്ളിക്ക് അതാണല്ലോ ചോദ്യം. താല്പര്യമുണ്ടോ ഇല്ലേന്ന്. എന്നിട്ട് എന്നെ കൊണ്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് സുഖിച്ച് ജീവിക്കാനല്ലേ? ഞാൻ സമ്മതിക്കൂല. അല്ല, ഞാൻ കാര്യത്തിലാണ് പറയുന്നത്. നീ എന്നോടൊന്നും സഹകരിക്കണില്ല. മാത്രമല്ല, നീ എപ്പോഴും അസുഖക്കാരിയെ പോലെ ക്ഷീണമാണ്, ഉറക്കമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നീ എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. ഭർത്താവെന്ന പരിഗണന പോലും എനിക്ക് നീ നൽകുന്നില്ല. എനിക്കിന്ന് രണ്ടാരെന്നറിയണം. എന്താ എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? നിനക്ക് നിൽക്കണോ അതോ പോകണോ? ഒരു നിമിഷം സൗദ ഞെട്ടിപ്പോയി. അതെ, ഇപ്രാവശ്യം നവാസ് അല്പം സ്ട്രോങ് ആണെന്ന് മനസ്സിലായി സൗദക്ക്. അവൾ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നു. ഒരു പക്ഷേ എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നവാസ് കഴിച്ചിലായി. അല്ല എങ്കിൽ അതാ തീർച്ചയായും നവാസും പെട്ട അവസ്ഥയിലായിരിക്കും. അതെ, സൗദക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല. അവൾ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് വന്നു. അതെ, ഒഴിവാക്കിപ്പോയാൽ ഷമ്മാസിനെ ഒറ്റയ്ക്ക് കിട്ടുമോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. എന്താടി ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എൻ്റെ ഭാര്യയായി തുടരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അതോ നീ നിൻ്റെ വാശിക്ക് നിൽക്കുകയാണോ? പറ. ഒരു നിമിഷം സൗദക്ക് എന്ത് പറയണമെന്നായി പോയി. അതെ, ഭാര്യയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അതല്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാലോ ഫസീലത്തുള്ള ആ ഒരു അതും കാണേണ്ടി വരും. അതിനും ആവില്ല. ശരിക്കും സൗദ എന്ത് പറയണം എന്നായിപ്പോയി. എന്താ നിനക്ക് നാവില്ലേ? പറയാനുള്ള ഇപ്പോൾ പറയണം, എന്നിട്ട് വേണം എനിക്ക് തീരുമാനം എടുക്കാൻ. എന്നാൽ നവാസ് അല്പം സ്ട്രോങ്ങോട് കൂടിയാണ് ഇപ്രാവശ്യം സൗദയോട് സംസാരിച്ചത്. എന്നാൽ നവാസിൻ്റെ ആ വാക്ക് കേട്ട് സൗദ ഒന്ന് ഞെട്ടുകയായിരുന്നു. എന്തായിരിക്കും സൗദക്ക് പറയാനുള്ളത്? അതെ, അവളൊരു പക്ഷേ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ വീട് തറവാട് വളരെയധികം രക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് ഈ രാത്രി പുലർന്നാൽ ഷമ്മാസ് പോവുകയാണ് മറ്റൊരു കാര്യത്തിന്. അതൊന്നും ഇവരാരും അറിയുന്നില്ല. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. സൗദ പുത്തൻവീട് തറവാട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ അവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.